പടം കണ്ടിറങ്ങിയിരിക്കണം പുഷ്പ 2. പുഷ്പ 1 കണ്ട പോലെ തന്നെ എല്ലാവർക്കും സംതൃപ്തി നൽകിയൊരു സിനിമയാണ്. ഫഹദ് ഫാസിൽ അല്ലു അർജുൻ കോംബോ വേറെ ലെവലാണ്. കാരണം ഇപ്പോൾ ചിലർ പറഞ്ഞു നെഗറ്റീവായിട്ട് പലരും പറയുന്നുണ്ട്. ഞാൻ പോസിറ്റീവായിട്ടൊരു കാര്യം പറയാം. ഏത് സിനിമയും ഫസ്റ്റ് സിനിമ പോലെ ആവില്ല. കിരീട സിനിമ പോലെയാണോ ചെങ്കോല്? അല്ലല്ലോ. കിരീട സിനിമ പോലെ ആവില്ല ചെങ്കോല് എന്ന് പറഞ്ഞാൽ നാടോടിക്കാറ്റ് സിനിമ പോലെയല്ല മറ്റുള്ള സിനിമകൾ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പടം പോലെ ഒരു സിനിമയല്ല. പക്ഷേ ഈ പടം വേറെ ലെവലാണ്. ഇതിൽ പാട്ടുകളാണെങ്കിലും BGM ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇല്ല ടിൻസായി ഫഹദ് ഫാസിൽ നിന്നൊക്കെ വേറെ ലെവലായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പണ്ട് നമ്മളൊക്കെ ഒരുപാട് ആരായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അല്ലു അർജുൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് കൂടുതലാണ് കേരളത്തിൽ. അറിയാലോ, ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ തന്നെ വേറെ ലെവലാണ് ആളുകൾ വന്ന് അല്ലു അർജുനെ കാണാനായിട്ട് വന്ന്. പക്ഷേ അറിയാലോ, പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ണിയും ആര്യയും ഹാപ്പിയൊക്കെ കേരളത്തിന് സമ്മാനിച്ചാണ്. ഒരുപാട് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ചൊരു നടനാണ് അല്ലു അർജുൻ. അല്ലു അർജുൻ ഫാൻസ് തൊട്ട് എല്ലാവരും ആപാലപ്പെടുത്ത ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്. എന്തായാലും വേറെ ലെവലാണ് പടം. പിന്നെ ഇതിൽ ഫൈറ്റ് എന്നൊക്കെ മേല് കോരിത്തരിക്കുന്ന ഫൈറ്റുകളാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഐറ്റം ഡാൻസൊക്കെ വേറെ ലെവലാണ്. ആർട്ടിസ്റ്റുകളെല്ലാം പക്കയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ വില്ലന്മാരാണെങ്കിലും നടന്മാരാണെങ്കിലും എല്ലാവരും. പിന്നെ 3-ാം ഭാഗം വരുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എല്ലാവരും കാണുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സീൻസൊക്കെ സങ്കടം വരുന്ന സീനുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ലൊരു മൂവി. എന്നാലും അല്ലു അർജുൻ വേറെ ലെവലാണ്. കാരണം മലയാളക്കാരെ ഏറ്റെടുത്തൊരു താരമാണ് അല്ലു അർജുൻ. ഫഹദ് ഫാസിൽ ഇവർ രണ്ട് കോംബോ അടിപൊളി. പുഷ്പ 2 ഇനി പുഷ്പ 3ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പടം കണ്ടതിനെ കുറിച്ച് നല്ല പടമാണല്ലേ? ഇഷ്ടപ്പെട്ടു അല്ലേ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ 4 മണിക്ക് എത്തിയതാണല്ലോ. 4 മണിക്ക് എത്തി പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എന്തായാലും വെറുതെ അടിപൊളി പടമാണ്. അടിപൊളി സിനിമയാണ്. എല്ലാവരും പറഞ്ഞു നെഗറ്റീവ് പറയണം നോക്കേണ്ടത് പോസിറ്റീവാണ് പടം. ഗംഭീരമായിട്ടുണ്ട്. അല്ലു അർജുൻ ഫഹദ് ഫാസിൽ കോംബോ ഇനിയും വരണം.